ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നതേ ഒരു നാടൻ ഇറച്ചിക്കറിയാണ്. ഇറച്ചി നമ്മൾ എന്തോരം എടുക്കുന്നു അതിൻ്റെ ഏകദേശം ഒരു പകുതിയെങ്കിലും ഉള്ളി എടുക്കും, ചെറിയ ഉള്ളി. അത് നിങ്ങളെല്ലാവരും അതൊന്ന് വെക്കണം, കൂട്ടി നോക്കി ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കിതിലേക്ക് അമ്മ ഏകദേശം ഒരു 40 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 40 ചെറിയ ഉള്ളി ഒന്ന് കീറി വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു 10 ചെറിയ ഉള്ളി അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊത്തം 50 എടുത്തിട്ടുണ്ട് അമ്മ. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ എടുത്ത് നമ്മളൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇറച്ചിയിലേക്ക് വേണ്ട അരപ്പനായിട്ട് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചിട്ട് ഇറച്ചിയിലൊന്ന് തരട്ടാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഈ ഇറച്ചിയിലേക്ക് അരച്ച അരപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്തിടാം അല്ലേ അമ്മ? തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വേപ്പില, ഉപ്പ്, പിന്നെന്താ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഓക്കെ ഓക്കെ. ഇതുണ്ട്, ഇത് നമ്മൾ ഇതിനകത്ത് വഴറ്റണ പരിപാടി ഒന്നുമില്ല, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ്. 1/4 ടീസ്പൂൺ നോക്കിയേക്കട്ടെ കേട്ടോ, കാണിച്ചേക്കട്ടെ. കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതും കൂടി ഇട്ട് കല്ലുപ്പും കൂടി ഇട്ട് നന്നായി പരത്തി ഒരു അരമണിക്കൂർ വെക്കുക. ഇനി ആവശ്യത്തിന് കല്ലുപ്പ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു അരമണിക്കൂർ ഇന്നിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ കൃത്യം അരമണിക്കൂറായിട്ടോ നമ്മളിത് വെച്ചിട്ട്. ഇപ്പൊ നമ്മളിതെല്ലാം ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഇറച്ചി വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കിത് വേകാൻ വേണ്ട ആവശ്യമുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വേകാൻ വേണ്ടുന്ന വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ ഇതാ നമുക്ക് ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ചാറ് ഞങ്ങൾ ഇത്തിരി ചാറ് കുറച്ചാണ് എടുക്കുന്നത്. ഇത് ഇനിയാണ് നമ്മൾ കടുക് പൊട്ടിച്ചിടാൻ പോകുന്നത് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത്. പക്ഷെ ഇതൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, വേറെ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ നമ്മൾ, അതുകൊണ്ടാണ്. നമ്മൾ കടുക് ഇട്ടു. ഒന്ന് കാണിച്ചേക്കാം എന്തൊക്കെയാണെന്നുള്ളത്. 3-4 വറ്റൽമുളക്, കറിവേപ്പില. ഉള്ളി നമ്മളിത് കണ്ടു ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണത്. നമ്മൾ ഒരുപാട് സാധാരണ വഴറ്റിയെടുക്കുക, തക്കാളി ഇട്ട് കുറെ നേരം വഴറ്റി ബ്രൗൺ കളർ, ഇതങ്ങനെ ഒന്നുമില്ല. എല്ലാ മസാലയും കൂടി നന്നായിട്ട് അരക്കണം കേട്ടോ. പക്ഷെ ആദ്യം ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മളിത് ഇറച്ചി പുരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചു. നമ്മൾ കുക്കർ ഉപയോഗിച്ചില്ല, അതല്ലാതെ നമ്മൾ ഉരുളി തന്നെ വേവിച്ചു. അടുപ്പുണ്ടായിരുന്നെങ്കിൽ അതിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മഴയൊക്കെ ചെയ്തുകൊണ്ട് മുറ്റത്ത് ചെയ്യാനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലില്ലേ അമ്മ ഒരു കമന്റ് വന്നേക്കണുണ്ടാ, ഞാൻ അമ്മനെ ദേഷ്യപ്പെടണേണാന്നൊക്കെ പറഞ്ഞ കാര്യം ഞാൻ എന്താ ചെയ്യാൻ നോക്കി. മനുഷ്യന്റെ ഒച്ചയാണെങ്കിൽ ഇങ്ങനെ പോയി. ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇവിടെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞിട്ടൊക്കെ എന്താ ചെയ്യണത്. പക്ഷെ ചില സമയത്ത് എനിക്ക് ഈ ലൈറ്റ് അല്ലേ, ലൈറ്റ് കൂടി എടുക്കുക. അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. എന്റെ ദൈവമേ, അമ്മയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടാൻ
ഞങ്ങളുടെ രീതി ഇതാണ്, ശൈലി ഇതാണ്. പക്ഷെ ഞങ്ങള് നല്ല സ്നേഹത്തിലാണ് നിൽക്കുന്നത്. ഒച്ചയൊക്കെ ചിലപ്പോ എല്ലാരും ക്ഷമിച്ചേക്കെ എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് കേട്ടോ. അയൽവക്കക്കാരൊക്കെ ആലോചിക്കണ്ടോ ഏത് കച്ചറകളും ഇവിടെ എല്ലാത്തിനും ഒച്ച കൂടല്ലോ ഇവിടെ. എന്താ ചെയ്യാ, സൈലൻസർ അടിച്ചു പിടിപ്പിക്കാല്ലോ ഇനി. നമ്മുടെ ഇതുണ്ട കടുക് വറക്കല് നല്ല ഉഷാറായിട്ട് നടക്കണേന്. ഉള്ളി നല്ലോണം ബ്രൗൺ കളർ വരണം. വേറെ ഞങ്ങളിത് വേവിക്കാൻ വെച്ചിട്ട് അപ്പുറത്തെ മുറിയിലാണ് പോയി. ഇത് കഴിഞ്ഞ് ഹോളുണ്ട്, ഇത് കഴിഞ്ഞ് അപ്പുറത്തെ മുറിയില്ല വാതിലടച്ചിട്ടിരുന്നിട്ടും എന്ത് നല്ല മണമാണ് മസാലയുടെ വന്നത് അവിടെ. മുറി നിറച്ചും മണമാണ്. ഇതിലിപ്പോ നമ്മളെല്ലാം അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ടല്ലേ എടുക്കുന്ന. മുളകും മല്ലിയൊക്കെ അപ്പൊ തന്നെ വന്ന് ചൂടാക്കി പൊടിക്കുകയാണ്. മറ്റേ പൊടികളല്ലേ എടുത്തരക്കുന്നത്, അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അത് കറക്റ്റാണ് കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടു. ഈ ഒരു കളറിലെത്തിയിട്ട്, ഈ ഒരു ബ്രൗൺ കളറിലെത്തി നമുക്കതിലേക്ക് ഇടാം. അപ്പൊ ഇതാണ് നമ്മുടെ നാടൻ ബീഫ് കറി. ഞങ്ങൾ കുറച്ച് ചാറ് കുറച്ചെടുത്തു കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഇതില് വേറെ തക്കാളിയോ ഒന്നും വഴക്കലോ ഒന്നുമില്ല. നോർമൽ രീതിയിൽ നല്ല കറക്റ്റ് ബീഫിന്റെ ടേസ്റ്റും കിട്ടും ഇതില്. We drove as far as we could to ignore